ഇ ഡി അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ പോക്ക് കാണിക്കുന്നത്. കാരണം റിയാസിനെ ലക്ഷ്യം വെക്കുകയാണോ ഇ ഡി? മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ യാതൊരു വസ്തുതയില്ലാതാണ് എല്ലാവർക്കും അറിയാം. ഒരു വസ്തുതയില്ലാത്ത കാര്യം വസ്തുതയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇ ഡിയും ഇവിടെ കേരളത്തിലെ UDF ഗവൺമെൻറ്റും കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ അതൊരു വ്യക്തിപരമായ കേസായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ, കാരണം പാർട്ടിയുടെ നേതാക്കളെ ലക്ഷ്യം വെക്കുമ്പോൾ അതിനെ അല്ല, ഞങ്ങളിതിനെ ആ കേസുമായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേറൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് നേരത്തെ ഞങ്ങളെടുത്ത നിലപാട്. ആ നിലപാട് ഇനിയും തോന്നുക. അതിപ്പം റിയാസിനെതിരായിട്ട് വന്നാലും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്കെതിരായിട്ട് വന്നാലും ഒക്കെ ഞങ്ങൾ ആ നിലപാടാണ് സ്വീകരിക്കുക. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ വേറെ വിട്ടുവീഴ്ചയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും ജനങ്ങൾക്കും അറിയാം. അറിയിച്ചതിന് തെളിവില്ല എന്ന് മാത്രമല്ല, അറിയിച്ചില്ല എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള വിവരാവകാശ രേഖ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അതൃപ്തി അറിയിച്ചിട്ടില്ല എന്നാണ് ആ രേഖ പറയുന്നത്. അപ്പോൾ കളവ് പറയുകയാണ്. കളവ് പറയുന്നതിന് പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗവർണർ DGP വിളിച്ച് വരുത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ നയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. മറിച്ച് ഒരു അതിർത്തിയും രേഖാമൂലം അറിയിക്കുന്നുമില്ല. ഗവർണറുടെ ഭയമാണോ? കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു നിലപാട് പരിശോധിച്ച് നോക്കിയാൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ പ്രക്രിയക്ക് പൂർണ്ണമായിട്ട് പിന്തുണയാണ്. അത് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിലായാലും സിൻഡിക്കേറ്റ് മെമ്പർമാരെ തീരുമാനിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ BJPയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഓരോരുത്തരെയും സെനറ്റിലേക്ക് നിരന്തരമായിട്ട് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒന്നും തന്നെ ഒരു അക്ഷരം പറയാൻ അവർ തയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ മറികടന്നുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഗവർണർ വിളിച്ചു ചേർക്കുക എന്നുള്ളത് സാധാരണ സംഭവിക്കുന്നതല്ല. മുമ്പ് അതിൽ ശ്രമിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ മുഖ്യമന്ത്രി തന്നെ ശക്തിയായിട്ട് അതിനെ എതിർക്കുകയും ഉദ്യോഗസ്ഥന്മാരെ അയക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ യാതൊരു കൂസലും ഇല്ലാതെ ഇവരെല്ലാം ഇതിന് വഴങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു RSSൻ്റെ ഭരണം പോലെ ഇവിടെ VD സതീശൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം.